ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ബില്ലിംഗ് റോൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് ലക്കി ബാമ്പു ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നീട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ റോൾ ഇതിൽ വെച്ച് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുകയാണ്. നമുക്കത് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു റോളിലേക്ക് നമുക്കത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് ഈ ഒരു റോളും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. വീണ്ടും നമ്മൾ അതിന് മുകളിൽ ഒരു റൗണ്ട് പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 4 എണ്ണം നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായി ഒട്ടിച്ചെടുക്കണം. നമ്മളത് 4ഉം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ന്യൂസ് പേപ്പറിൽ നിന്നും ഇതുപോലെ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. വീണ്ടും നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ അഴിഞ്ഞു പോരുന്നത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള ഈ ഒരു പേപ്പറിൽ നിന്നും കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ ഇലകളാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുപോലെ കുറെ ഇലകൾ കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിവിടെ കുറേ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതെല്ലാം കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഓരോ ഇലകളും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നൂല് തീർന്ന റോളുകളിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളെല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇലകൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെയാണ് ഇലകൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അടുത്ത ഇലകൾ നമുക്ക് ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു 3 എണ്ണം കൂടെ നമ്മൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതിനെല്ലാം നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് അതിനെല്ലാം ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ ഇതാ നമ്മൾ ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പെയിന്റ് ചെയ്തെടുത്തതെല്ലാം നമുക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മളത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ബോക്സിന്റെ നടുക്കായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്തേക്കാണ് നമുക്കതെല്ലാം വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിൽ പെയിന്റും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ അതിന്റെ താഴെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഒട്ടിക്കിട്ടുന്നത് വരെ ഒന്ന് പിടിച്ചു കൊടുക്കണം. അടുത്തത് നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് നൂല് തീർന്ന റോളുകൾ കൊണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ബാംബു പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.